നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 മാത്സ് പണി കിട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് അധ്യാപകര് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മുടെ തന്നെ അധ്യാപകര് വിലയിരുത്തിയപ്പം അത്ര സുഖമുള്ള ഒരു പരീക്ഷയല്ല. കാരണം ഇവിടെ +2 ഫിസിക്സ് സാധാരണ എളുപ്പമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. +2 കെമിസ്ട്രി കഴിഞ്ഞ വർഷം പാടായിരുന്നു. പക്ഷെ ഈ വർഷം ഇത്രയും എളുപ്പമുള്ളൊരു പരീക്ഷ വെച്ചിട്ടില്ല. നല്ല ഗംഭീര ക്വസ്റ്റ്യൻ ആയിരുന്നു കെമിസ്ട്രി, ആരും കുറ്റം പറയത്തില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതിന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കെമിസ്ട്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നത് മാത്സ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് പണി കിട്ടി. കാരണം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് പോലും അത്ര എളുപ്പമുള്ള അല്ല. ഇപ്പൊ ഇന്റഗ്രേഷൻ ആണെങ്കിലും ചില ഗ്രാഫുകളിൽ ചോദിക്കുന്നതെല്ലാം അത്ര നമുക്കൊരു പറഞ്ഞില്ലേ, നമ്മൾ ആ സാറ്റിസ്ഫൈഡ് അല്ല. നല്ല ടഫായിട്ട് തന്നെ ആവറേജ് സ്റ്റുഡൻസിന് നല്ല ടഫാണ്. കഷ്ടിച്ച് ജയിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ടുള്ളവർക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ഇനി നിങ്ങൾ അടുത്ത പരീക്ഷ ശ്രദ്ധിക്കുക. എല്ലാ വർഷവും ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാനുള്ള ബോട്ടണി സുവോളജിയിലും ഏതെങ്കിലും ഒരെണ്ണം ടഫാറുണ്ട്. ഈ വട്ടം +1കാർക്ക് ബോട്ടണി ഇച്ചിരി ടഫായിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്നേരം ഇനി എന്ത് കിട്ടും? നമുക്ക് മാർക്കിൽ വാല്യുവേഷൻ വല്ലോ ലിബർ ആവോ? ചാൻസ് വളരെ കുറവാണ്. ക്വസ്റ്റ്യൻസ് ഇനി എന്തെങ്കിലും മിസ്റ്റേക്കോ വല്ലോ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ടെൻഷൻ വേണ്ട. എന്തായാലും ഈ രീതിയിലൊക്കെ പരീക്ഷ നടന്നാലും കാര്യമായി. കഴിഞ്ഞ വട്ടം ഒരു പരീക്ഷയുള്ളായിരുന്നു അത്യാവശ്യം എളുപ്പം, ബാക്കി എല്ലാം പാടായിരുന്നു. അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഗിരീഷ് ഫിസിക്സ് എന്ന ചാനലിലൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് അടുത്ത് പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.